നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമം. ഇങ്ങനെയാണോ ഫിഫ കാര്യങ്ങൾ നടപ്പാക്കുന്നത്? ചോദ്യം കേൾക്കുക. അപ്പോൾ നമ്മൾ ആ വിഷയം ഒന്ന് പരിശോധിക്കുകയാണ്. ഇത് സ്കൈ സ്പോർട്സിൻ്റെ ഡിസ്കഷൻ തുടക്കമാണത്. അതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇവിടെ ക്രിസ്ത്യാനോക്കൊരു റൂൾ, ലോകത്തെ മറ്റ് ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ മറ്റൊരു റൂൾ. അതാണോ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ ആ സംഭവത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നുള്ള ഡിസ്കഷനാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ അയർലൻഡിനെതിരെയുള്ള കളിയിൽ, എൽബോയിങ്ങിന് വയലൻ്റ് കോണ്ടാക്റ്റാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും 3 മത്സരങ്ങളുടെ സസ്പെൻഷനാണ് കിട്ടേണ്ടത്. പക്ഷേ ഫിഫ ക്രിസ്ത്യാനോക്ക് ഒറ്റ മത്സരത്തിലെ സസ്പെൻഷനേ കൊടുത്തിട്ടുള്ളൂ. അത് ഇപ്പോൾ കഴിഞ്ഞ അർമേനിയക്കെതിരെയുള്ള കളി അദ്ദേഹം പുറത്തിരുന്നു കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാം, ഫസ്റ്റ് കളി മുതൽ കളിക്കാം. അപ്പോൾ 2 മത്സരങ്ങളിലെ സസ്പെൻഷൻ അല്ലെങ്കിൽ 3 മത്സരങ്ങളുടെ സസ്പെൻഷൻ മിനിമം കൊടുക്കും. അതായത് മിനിമം 3 മത്സരങ്ങളുടെ സസ്പെൻഷനാണ് ഈ വയലൻ്റ് കണ്ടക്ടറിന്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു കളി ഇപ്പോൾ അർമേനിയക്കെതിരെയുള്ള കളി കളിച്ചില്ല, വേൾഡ് കപ്പിൽ ആദ്യ 2 കളികൾ ക്രിസ്ത്യാനോക്ക് മിസ്സാവേണ്ടതല്ലേ? CR7 കാര്യത്തിൽ മാത്രം എന്താണ് ഫിഫ ഇങ്ങനെ സഹായിക്കുന്ന നിലപാടെടുത്തത് എന്നതാണ് ചോദ്യം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CR7 യഥാർത്ഥത്തിൽ ഫിഫ 3 മത്സരങ്ങളുടെ ബാൻ തന്നെയാണ് കൊടുത്തത്. പക്ഷേ അതിൽ ഒരു മത്സരത്തിലെ ബാൻ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. ബാക്കി 2 മത്സരങ്ങളുടെ ബാന് സസ്പെൻഡഡ് ബാനാണ്. 1 വർഷത്തിനുള്ളിൽ, അതൊരു പ്രൊബേഷണറി പീരീഡ് വെച്ചൊക്കെയാണ്, 1 വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ, അന്താരാഷ്ട്ര ഫുട്ബോളിൽ വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് ആ 2 മത്സരങ്ങളുടെ ബാന് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അതാണ് ഇത് ഒരു പ്രത്യേക റൂൾ അനുസരിച്ച് തന്നെ ചെയ്തതാണ്. ഇതാണത് ഫിഫയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു ആ വിഷയത്തിൽ. ഇൻ ലൈൻ വിത്ത് ആർട്ടിക്കിൾ 27 ഓഫ് ഫിഫ ഡിസിപ്ലിനറി കോഡ്, ദി സെർവിങ് ഓഫ് ദി 2 റിമൈനിങ് മാച്ചസ് ഹാസ് ബീൻ സസ്പെൻഡഡ് അണ്ടർ 1 ഇയർ പ്രൊബേഷൻ പീരീഡ്. അപ്പോൾ ഫിഫയുടെ ആ ഒരു ഡിസിപ്ലിനറി കോഡ് ആർട്ടിക്കിൾ 27 അനുസരിച്ചാണ് ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഒരു കളി സസ്പെൻഡഡായി, 2 കളികളിലെ സസ്പെൻഷൻ പ്രൊബേഷണറി പീരീഡിൽ വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ സസ്പെൻഡഡ് ബാനാണ്. 1 വർഷത്തെ സമയത്തിനുള്ളിൽ അദ്ദേഹം വീണ്ടും ഈ ഒരു സംഗതി കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബാനാവും. ഇഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ കമ്മിറ്റ്സ് അനദർ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ സിമിലർ നേച്ചർ ആൻഡ് ഗ്രാവിറ്റി ഡ്യൂറിങ് ദി പ്രൊബേഷണറി പീരീഡ്, the suspension set out in the disciplinary decision shall be deemed automatically revoked and the remaining 2 matches must be served immediately at the next official matches of the Portuguese representative team എന്നാണ്. സംഗതി വളരെ കൃത്യമാണല്ലോ. ഇനി അദ്ദേഹം വീണ്ടും ഇത് ചെയ്തെങ്കിൽ മാത്രമാണ് ആ 2 മത്സരങ്ങളുടെ ബാന് ആക്ടിവേറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിൽ ഫിഫ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയി? മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു ആനുകൂല്യം എന്നൊന്നും പറയേണ്ടത് ആർട്ടിക്കിൾ ഉള്ളതാണ്, ആർട്ടിക്കിൾ 27 ഫിഫ ഡിസിപ്ലിനറി കോഡിൻ്റെ ആർട്ടിക്കിൾ 27 എടുത്തങ്ങ് പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനോയുടെ മുൻകാല പ്രവൃത്തികളൊക്കെ നോക്കണം. അതായത് 222 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചൊരു മനുഷ്യന് ഒരൊറ്റ റെഡ് കാർഡ് പോലും കിട്ടിയിട്ടില്ല. ആദ്യത്തെ റെഡ് കാർഡായിരുന്നു ഇത്. അപ്പോൾ അത് നോക്കണമല്ലോ. മുമ്പ് ഇത്തരത്തിലുള്ള പശ്ചാത്തലമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാണ് ഫിഫ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനോക്ക് ഒരു റൂളും മറ്റുള്ളവർക്ക് വേറെ റൂളും എന്ന രൂപത്തിലല്ല, ഇതുകൂടി പരിഗണിച്ചാണ് ഇത് ചെയ്തത്. സ്വാഭാവികമായിട്ടും അതിലൂടെ ഫിഫ രക്ഷപ്പെട്ടു, ക്രിസ്ത്യാനോ രക്ഷപ്പെട്ടു, പോർച്ചുഗൽ രക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് ഫിഫക്കും ആവശ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ മാക്സിമം കളികൾ കളിപ്പിക്കണം. അത് തീർച്ചയായിട്ടും ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.